ഇന്നൊരു തട്ടിക്കൂട്ട് തീയലുണ്ടാക്കുക. കുറച്ച് ഓയിലെടുക്കുക. ഇത് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് കടുക് ഇടുക, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതിടുക, കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇടുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മടിച്ചയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അതും ഏറ്റവും എളുപ്പത്തിലേ ചെയ്യാറുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് ചെറിയുള്ളിയും തക്കാളിയും എടുത്ത് ഇത് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് ഈ ചെറിയുള്ളി എടുക്കുന്നത്. എന്നിട്ടും കുറച്ചെണ്ണം ഞാൻ അരിഞ്ഞിട്ടു, കുറച്ചെണ്ണം ഞാൻ അരിയാതെ തന്നെ ഇട്ടു. അപ്പോൾ അതത്രയും ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. ഈ ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയാണോ എന്നുള്ളത് കൂടി എനിക്കറിയില്ല. പിന്നെ എനിക്കാണെങ്കിൽ അമ്മ കുറച്ച് തേങ്ങ വറുത്ത് അതിനകത്ത് കുരുമുളകും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് വറുത്തതാണ് കേട്ടോ. അതെനിക്ക് വീട്ടിൽ നിന്ന് തന്നിട്ട്, ഈ മിൽമയുടെ കുപ്പി നെയ്യല്ല, ആ വറുത്ത് തന്നിട്ടേക്കുന്ന തേങ്ങയാണ്. അപ്പം അതെടുത്ത് അങ്ങ് അരിച്ചെടുക്കാം. പിന്നെ 2 പുളി എടുത്തിരുന്നു കേട്ടോ കഷ്ണം. പക്ഷേ ഈ 2 എണ്ണത്തിൻ്റെ ആവശ്യം അതില്ലായിരുന്നു. ഞങ്ങൾ 2 പേർക്ക് വേണ്ടി മാത്രം ഒരു നേരത്തേക്ക് ഉണ്ടാക്കുക ഞാനിത്. അതൊന്ന് വഴണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ കുറച്ച് നട്ട്സ് വാങ്ങിയിരുന്നു. ആ നട്ട്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ആ തേങ്ങയെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിരുന്നു. അതും ഇതിലേക്കിട്ട്, ആ പുളി ഇതിലേക്കിട്ട്, ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് തിളച്ച് വെള്ളം ചെറുതായിട്ട് എനിക്ക് ആവശ്യം വേണ്ട അത്രയും വറ്റിച്ച് എടുത്ത്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു ഒഴിച്ചേറിയാവും ഉച്ചക്കത്തേക്കുള്ള. വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കുകയും ചെയ്യാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നും പുളിശ്ശേരിയും ഒക്കെ ആകുമ്പോഴത്തേന് ഒരു മടുപ്പ് തോന്നും. അപ്പം മാറ്റി മാറ്റി കറി ഉണ്ടാക്കുന്നതായത് കേട്ടോ. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടില്ല. ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ഇടായിരുന്നു. പിന്നെ എളുപ്പക്കറിയാണല്ലോ നമ്മൾ നോക്കുക. അങ്ങനെ ഈ എളുപ്പക്കറി നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നട്ട്സ് ഇതിനിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് കുറച്ചും കൂടി ഇടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയമൊക്കെ ഉള്ളപ്പം തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. ഇത് 2-3 കൊഞ്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഫുഡ് എനിക്ക് എന്നും അത് നല്ലതാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ.